ഫ്രണ്ട്സ്, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശാസ്ത്രമേളൊക്കെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ അതിലുള്ള ഒരു ഐറ്റമാണ് വെജിറ്റബിൾ പ്രിൻറ്റിങ്. വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ച് ഡിസൈൻസും ഒക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നതോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. നമ്മളുടെ തുണിയിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ സൈഡ് മാർജിൻ വരയ്ക്കാൻ പാടില്ല. വരച്ചാൽ ഫെയിൽ ഉണ്ടാവും. സൈഡ് മാർജിൻ വരച്ച് കൊണ്ടുപോവാതെ മടക്കി തേച്ച് കൊണ്ടുപോവുക. പിന്നെ ഞാൻ മടക്കുമ്പോൾ നടുക്കതിൻ്റെ ഒരു എല്ലാ പോർഷൻസും എത്തുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നടുക്കത്തെ ഡിസൈൻ വെക്കാം. പിന്നെ ആ മടക്കി അതിലെ കൂടെ ബോർഡർ കറക്റ്റായിട്ട് തെറ്റാതെ വെക്കും. പിന്നെ ഈ ഡിസൈൻസിൻ്റെ അച്ചില്ലേ, അത് അവിടെ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. കൊണ്ടുപോയാൽ അതവർ മേടിച്ച് വെക്കുന്നതായിരിക്കും. അത് ആ ടൈമിൽ അവരുടെ മുമ്പിൽ നിന്ന് മുറിച്ച് അതിൽ വെക്കുകയാണ് വേണ്ടത്. പിന്നെ സ്പോഞ്ച് കൊണ്ടുപോകാം, പിന്നെ ബ്ലേഡ്സ് അങ്ങനത്തെയൊക്കെ അവിടെ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഡിസൈൻസ്. പിന്നെ വീട്ടിൽ നിന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊണ്ടുപോകാനോ പേപ്പർ കട്ടിങ്ങോ പാടുള്ളതല്ല, കൊണ്ടുപോകാൻ പാടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എടുക്കേണ്ട സാധനങ്ങൾ ഈ തുണി, പിന്നെ ഒരു വേസ്റ്റ് തുണി, കൈയൊക്കെ തുടച്ചാൽ കൈക്കൊക്കെ പെയിൻറ്റ് ഒഴിച്ചാൽ തുടക്കേണ്ട വേസ്റ്റ് തുണി. പിന്നെ ബ്രഷിൽ വെള്ളമാക്കിയാൽ അതും അതിൽ തുടക്കാൻ പറ്റും. പിന്നെ വേണ്ടത് വെള്ളം എടുക്കാൻ പറ്റുന്ന ഒരു പരന്ന പാത്രം. പറ്റുന്ന വെച്ചാൽ നല്ലോണം പരന്ന കുറച്ചൊരു ഉയരവും ഒക്കെയുള്ള ഒരു പാത്രം എടുക്കുക. പിന്നെ ഒരു ചെറിയ കുപ്പിയിൽ, ഇത്ര പോലുള്ള ഒരു ഫ്രൂട്ടീനൊക്കെ കുപ്പിയിൽ, ആ കുപ്പിയിൽ വെള്ളം എടുത്തുകൊണ്ട് പോകാം. ഇവിടെ നിന്ന് വെള്ളം എടുക്കാനൊന്നും കിട്ടില്ല. പിന്നെ കുടിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് പോകാം. പിന്നെ നമ്മൾ ഡിസൈൻസ് വെക്കുമ്പം കറക്റ്റായിട്ട് എല്ലായിടത്തും പെയിൻറ്റ് പറ്റണം. കൈക്ക് പറ്റിയ പെയിൻറ്റ് അപ്പോൾ തന്നെ തുടച്ചിടണം. അല്ലെങ്കിൽ ഡിസൈൻ വെക്കുന്ന സമയം നമ്മൾ ഈ വിരൽ അവിടെ കുത്തുമ്പോൾ ഈ വിരലായ പെയിൻറ്റ് ഇവിടെ പറ്റും. അപ്പം അതിന് ഒരു ഇതുണ്ടാവും, ക്ലീനിങ് ഉണ്ടാവില്ല. അപ്പം ഇതാകെ ഇതായി പോകും. കളർ എല്ലായിടത്തും പറ്റുമ്പോൾ അതും ഒരു ഡിസൈൻ പോലെയൊന്നും തോന്നില്ല. ഡിസൈൻ ലാസ്റ്റ് ഇത് ഡിസൈനാണെന്ന് വെച്ചിട്ട് വെക്കാനുള്ള അത് പറ്റാതെ ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈ മുറിയാതെ നോക്കണം. ബാൻഡേജ് കൊണ്ടുപോകാം. വേറെ അങ്ങനത്തെ പിന്നെ പെയിൻറ്റിൻ്റെ കോമ്പിനേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. പോകുന്ന സമയം ഇങ്ങനെ വെജിറ്റബിൾ പ്രിൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വീഡിയോ കാണുക വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം. പിന്നെ അവിടെ എത്തുമ്പോൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. ടെൻഷൻ അടിച്ചാൽ എല്ലാം ഒരു ഡിസൈൻ വയ്ക്കുന്ന നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പെയിൻറ്റ് ചെയ്തത് അതിൻ്റെ ഡിസൈൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ ചെയ്തിരിക്കുന്നത് രണ്ട് ബോർഡറാണ്. ഒന്ന് ഇങ്ങനത്തെ ബോർഡറും ഇതും. ഇത് എല്ലാം കപ്പക്കയിൽ ചെയ്തതാണ്. ഇത് കപ്പക്കയിൽ സ്ക്വയറിൽ രണ്ട് ബോർഡറും. ഇത് ഒരു ഡിസൈനിന് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ സൈഡ് ഡിസൈനായിട്ട് വരുന്നതാ ഇവിടെ എങ്ങനെ വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മാത്രം ഇവിടെ വെക്കാവുന്നതാണ്. ആ സൈഡായിട്ട് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കളറാണ്. പിന്നെ നടുക്ക് വന്നിട്ടുള്ളത് വെണ്ടക്കേൻ്റെ ഒരു ഓറഞ്ച് കളറും പിന്നെ ബ്ലൂ കളറുമാണ്. പിന്നെ സെൻട്രൽ പോർഷനിൽ വന്നിരിക്കുന്നത് ഇതാ ഇത് ഉരുളക്കിഴങ്ങിൽ മുറിച്ചിരിക്കുന്ന ഒരു വി ഷേപ്പ് പോലത്തെ ഒരു ഇതാണ്. പിന്നെ രണ്ട് ബോർഡറായിട്ട് രണ്ട് സർക്കിളായിട്ട് ഇതാ ഇതേപോലെ വെണ്ടക്ക കൊണ്ട് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒരു ഇലകളുടെ ഷേപ്പിൽ. പിന്നെ ഇവിടെ വന്നതേ ബോർഡർ ഇവിടെയും വന്നിട്ടുണ്ട്. അത് തന്നെ ഇതാ ഇവിടെയും വന്നിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു തുണിയിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ തുണി വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു. ഇതേപോലെ വന്നിട്ടുള്ളത് ഇതാണ് ഒരു ഡിസൈൻ നടന്നത്.
ഡിസൈൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെയാണ്. ഇവിടുത്തെ ബോർഡർ മാറ്റമുണ്ട്. ബോർഡർ കുറേ ഡിസൈൻസൊക്കെ മാറ്റമുണ്ട്. ഇതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതിലൊറ്റൊരു ബോർഡറേ ഉള്ളൂ. ഇതാ പിന്നെ വന്നിരിക്കുന്നത് എല്ലാം കപ്പൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഒരു വെണ്ടക്ക്, അതേ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വെണ്ടക്ക, അങ്ങനെയുള്ളൂ. ഇതേപോലെ വരുന്നത്. ഇതേ ഡിസൈനിൽ കുറച്ച് മാറ്റം പറ്റിയാണ് മറ്റേത് കണ്ടത്. ഇത് ഇങ്ങനെയാണ്. ഇങ്ങനെ സൈഡായിട്ടൊന്നും വന്നിട്ടില്ല. ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡിസൈനാണ്. പിന്നെ വന്നിരിക്കുന്ന 2 കുഞ്ഞ് തുണിയാണ്. ഇത് ചെയ്തിരിക്കുന്നത് ഇതേപോലെ നോക്കാട്ടോ. ഇത് മാറ്റം വരുത്തിയാണെന്ന് തന്നെ പറഞ്ഞല്ലോ അല്ലേ. ഞാൻ ഇപ്പോൾ കാണിച്ചത് ഹൈസ്കൂളുകാർക്ക്, ഹയർ സെക്കൻഡറിക്കാർക്ക് ഉപയോഗപ്പെടുന്നതാണ്. UP-ക്കാർക്കും അതിലത്ത് കുറച്ച് ഡിസൈൻസൊക്കെ എടുക്കാം. ബോർഡറും പിന്നെ നടുക്ക് വന്ന 2-3 ഡിസൈൻസൊക്കെ. ഇത് വേണമെങ്കിൽ LP-ക്കാർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ പഠിക്കുമ്പം ഞങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഇത് ബോർഡറായിട്ട് വരുന്നത് വെണ്ടക്ക, കപ്പയ്ക്കും, ഇത് ചേമ്പിൻ്റെ അതിലും ഇതും അതെ ചേമ്പ്, ഇതും ചേമ്പ്, ഇത് ഉരുളക്കിഴങ്ങ്, ക്യാബേജ് ഇല്ല, മറ്റേ ഒരു പറങ്കില്ലേ, എന്താ പറങ്കി, ആ ഒരു പറങ്കിൻ്റെതാണ്. ആ ഒരു പറങ്കി വെച്ചിട്ടുള്ളതാണ് ഈ ഡിസൈൻ ബോർഡ്. പിന്നെ വന്നിരിക്കുന്നത് ഇതേപോലത്തെ ഒരു നല്ല ഡിസൈനാണ്. നല്ലൊരു കോമ്പിനേഷൻ കളേഴ്സൊക്കെ ആയിട്ട് വന്നതാണ്. ഇതിൽ ഇത് ഉണ്ടോ ബോർഡർ, അത് ബോർഡർ കപ്പക്ക, ഇത് കപ്പക്ക, ഇതെന്താണ്, ഇത് കപ്പക്ക, ഇത് ഉരുളക്കിഴങ്ങ്. ഇതിൽ വെണ്ടക്ക കൊണ്ടൊന്നും വന്നിട്ടില്ല. ഇത് ഈ നടുക്കുള്ള ബോർഡർ തന്നെയാണ്. ഈ 4 സൈഡിലും ബോർഡറില്ല. നടുക്കുള്ള സംഭവം തന്നെയാണ് തെറ്റിപ്പോയാണ് 4 സൈഡിലും വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഇഷ്ടപ്പെട്ട ഇതുണ്ടെങ്കിൽ ഡിസൈൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ തുണി മേടിക്കുമ്പോൾ പോപ്ലിൻ തുണി മേടിക്കുക. കളറ് മേടിക്കുമ്പോൾ സെറ്റായിട്ടുള്ളതും പിന്നെ അത് സെറ്റിലില്ലാത്ത കളറും പിന്നെ കട്ടിയുള്ള സ്പോഞ്ച്, ഇത്രയും സാധനമാണ് പിന്നെ കൊണ്ടുപോകേണ്ടത്. അതിലൊക്കെ ഞാൻ പറയാൻ നേരത്തെ വിട്ടു. ഇതാ ഇത്രയും ഡിസൈൻസാണ് ഇട്ടത്. അപ്പം ഇതൊക്കെ എന്താ പറയുക ചെയ്യുന്നത് കാണണമെങ്കിൽ എല്ലാവരും ഇത് കമൻറ്റ് ബോക്സിൽ പറയുക. ഇത് ചെയ്യുന്നത് കൂടി വേണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ടാറ്റ ബൈ ബൈ. സീ യു. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ. സീ യു.